ഏർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, ഇന്നത്തെ ക്ലാസ്സിൽ സെക്കൻഡ് യൂണിറ്റ് നോക്കാം. അതിൻ്റെ ടൈറ്റിൽ നോക്കിയേ, പൽത്തെ റിസ്തെ. റിസ്ത എന്ന് വെച്ചാൽ ബന്ധം, ദൃഢമായ ബന്ധം. ദൃഢമായ ബന്ധത്തെക്കുറിച്ചാണ് സെക്കൻഡ് യൂണിറ്റിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് ഒരു കഹാനിയാണ്, നോക്കാം. ഹാച്ചി കി കഹാനി, ഗീത് ചതുർവേദി. അവരുടെ കഹാനിയാണ് ഹാച്ചി കി കഹാനി. ആരെഴുതിയ? ഗീത് ചതുർവേദി. ചതുർവേദി വായിക്കാൻ അറിയാമല്ലോ. സ്റ്റോറി നോക്കിയേ, പഠിക്കാം. 1923 का സമയം 1923 കാലഘട്ടമാണ്. जापान की राजधानी टोक्यो में सड़क पर टहलते प्रोफेसर यूएनो को कुत्ते का एक पिल्ला मिलता है. ജാപ്പാൻ്റെ രാജധാനി തലസ്ഥാന നഗരിയായ ടോക്കിയോയിൽ സഡക്ക് പെർ ടഹൽത്തെ, ടഹൽന ഉലാത്തുക, നടക്കുക എന്നൊക്കെയാണ്. സഡക്കിലൂടെ ഉലാത്തിയ അല്ലെ നടന്നു പോയ പ്രൊഫസർ യുഎനോ അദ്ദേഹത്തിന് കുത്തയുടെ എന്നുവെച്ചാൽ കുത്ത നായുടെ ഏക്ക് പില്ല മിൽത്താഹെ, ഒരു നായ്ക്കുട്ടിയെ കിട്ടി. രാജധാനിയായ ഇതിൻ്റെ ജാപ്പാൻ്റെ തലസ്ഥാന നഗരിയായ ടോക്കിയോയിലെ സഡക്ക് റോഡിലൂടെ ഉലാത്തിയ അല്ലെ നടന്ന പ്രൊഫസർ യുഎനോ അദ്ദേഹത്തിന് ഒരു ചെറിയ നായ്ക്കുട്ടിയെ കിട്ടി. അഗിത വൺ വേർഡ് ആയിരിക്കും കേട്ടോ. അഗിത നസൽക്ക ഏക്ക് ശാൻദാർ പില്ല. അഗിത നസൽ എന്ന് വെച്ചാൽ വംശത്തിൽപ്പെട്ട ഒരു ശാൻദാർ വലിയ ഒരു പില്ല, പട്ടിക്കൊച്ചായിരുന്നു അല്ലെ പട്ടിക്കുട്ടിയായിരുന്നു അത്. ജിസ്കെ ഗലെ പെർ പട്ട ബാന്ധാ ഹേ. ജിസ്കെ ഗല എന്ന് വെച്ചാൽ കഴുത്ത്, അതിൻ്റെ കഴുത്തിൽ ഒരു ബെൽറ്റ് കെട്ടിയിരുന്നു. എൻ്റെ കഴുത്തിലൊരു ബെൽറ്റ് ഉണ്ടായിരുന്നു. ഉസ് പെർ ലിഖാ ഹേ, ആ ബെൽറ്റിൽ എഴുതിയിരുന്നു ഹാച്ചി എന്ന വാക്ക്. എന്താ എഴുതിയിരുന്നത്? ഹാച്ചി, വൺ വേർഡാണേ. ജാപ്പാനി ഭാഷാമേം ഹാച്ചി കാ അർത്ഥ ഹോത്താ ഹേ ആട്ട്. ജാപ്പാൻ ഭാഷയിലെ ഹാച്ചി എന്ന വാക്കിൻ്റെ അർത്ഥമാണ് ആട്ടെന്ന് വെച്ചാൽ 8. അതും വൺ വേർഡാണ്, ആട്ട്. നോക്കിയേ, വഹ അങ്ക് ജിസെ പൂരെ ജാപ്പാൻ ബഹുത്ത് സൗഭാഗ്യശാലി മാൻതാ ഹേ. ഈ ഒരു അങ്ക്, ഈ ഒരു നമ്പർ പൂരെ ജാപ്പാൻ എന്ന് വെച്ചാൽ ജാപ്പാനീസ് മൊത്തത്തിലെ ഭാഗ്യമുള്ള നമ്പറായിട്ടാണ് അംഗീകരിച്ചത്. ഈ ഒരു നമ്പർ 8 എന്നുള്ള നമ്പർ ജാപ്പാനീസ് പൊതുവെ എന്ത് ചെയ്തു? ഭാഗ്യമുള്ള നമ്പറായി അംഗീകരിച്ചിരുന്നു. ലേക്കിൻ പില്ല ഐസി മസ്ബൂറെ ഹാലത്ത് മേ താക്കി ലേക്കെ ഭാഗിക്ക മരാഹേ. ലേക്കിൻ എന്നാൽ ആ പില്ലയുടെ, ആ നായ്ക്കുട്ടിയുടെ ഇങ്ങനെയുള്ള മസ്ബൂർ ദയനീയമായ ഹാലത്ത് അവസ്ഥ കാണുമ്പോൾ നമുക്ക് തോന്നാൻ ഭാഗിക്ക മറാഹേ, അത് ഭാഗ്യമുള്ള നമ്പറല്ല, ഭാഗ്യഹീനമായ നമ്പറാണെന്ന് തോന്നും. ആ പില്ലയുടെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് തോന്നുന്നതാണ് ഈ ആട്ടി എന്നുള്ളത് ഭാഗ്യഹീനമായ നമ്പറാണ് എന്ന്. ഓക്കെ, प्रोफेसर ने तय किया कि मैं इस कुत्ते के मालिक को खोजूंगा. മാലിക് യജമാനൻ, ഖോജിന തേടുക. പ്രൊഫസർ തയ എന്ന് വെച്ചാൽ തീരുമാനിച്ചു. ഞാൻ ഈ കുത്തയുടെ, ഈ നായുടെ അല്ലെ നായ്ക്കുട്ടിയുടെ മാലിക്കിനെ എന്ന് വെച്ചാൽ യജമാനെ ഖോജൂങ്ക, കണ്ടെത്തും അല്ലെ അന്വേഷിക്കും എന്ന്. ജബ് തക്ക് വഹ നഹി മിലേഗ യഹ് മേരെ സാത്ത് ഹി രഹേഗ. ജബ് തക്ക് എപ്പോൾ വരെയാണോ അദ്ദേഹത്തെ കാണാതെ ഇരിക്കുന്നത്, ആ സമയം വരെ ഇത് എൻ്റെ കൂടെ താമസിക്കും. അതായത് അതിൻ്റെ ആ പില്ലയുടെ, ആ നായ്ക്കുട്ടിയുടെ മാലിക്കിനെ എപ്പോൾ വരെയാണോ കിട്ടാതെ അല്ലെ കാണാതെ പോകുന്നത്, അല്ലെ അന്വേഷിച്ചിട്ടും കിട്ടാതെ പോകുന്നത്, ആ സമയം വരെ ഈ നായ്ക്കുട്ടി തൻ്റെ കൂടെ താമസിക്കും എന്ന് അദ്ദേഹം തീരുമാനിച്ചു. ഉസ് സാത്ത് ലേക്കർ ബഹ് റോസ് ഉസ്കെ മാലിക് കോ കോജിനെ നികൽത്തെ. ഉസേ അയാൾ സാത്ത് എന്ന് വെച്ചാൽ ഈ നായ്ക്കുട്ടിയും കൂടെ എഴുത്ത് അല്ലെ കൂടെ കൂട്ടി. വഹ് റോസ് എന്ന് വെച്ചാൽ നിത്യവും. ഉസ്കെ മാലിക് കോ കോജിനെ നികൽത്തെ, അവൻ്റെ യജമാനിനെ കോജിന അന്വേഷിക്കാൻ വേണ്ടി പോകും. ലേക്കിൻ വഹ് കഹി നഹി മില, എന്നാൽ ഒരിടത്തും അയാളെ കണ്ടുമുട്ടിയില്ല. റോസ് കെ ഇസേ സംഗ് സാത്ത് കെ കാരൻ ദോനോമേം ഐസാ ലഗാവ് ബൻ ഗയാ കി ഹാച്ചി അബ് ഉൻഹി കോം അപ്പന മാലിക് മാനിനെ ലഗ. റോസ് എന്ന് വെച്ചാൽ ഡെയിലി അല്ലേ. ഇസേ സംഘ് സാത്ത് എന്ന് വെച്ചാൽ ഒരുമിച്ചുള്ള ആ പോക്ക് കാരണം ദോനം രണ്ടുപേരും ഇടയിൽ അടുപ്പം ഉണ്ടായി. അങ്ങനെ ഹാച്ചി അബൈ ഇപ്പോൾ അദ്ദേഹത്തെയാണ് സ്വന്തം മാലിക്കായി അംഗീകരിക്കുന്നത്. അറിയാം, പ്രൊഫസറെയാണ് സ്വന്തം മാലിക്കായിട്ട് ഹാച്ചി ഇപ്പോൾ കാണുന്നത്. പ്രൊഫസർ കി പത്നി കോ ശുരു മേ ഹാച്ചി പസന്ത് നഹീം ആയ. പ്രൊഫസറിൻ്റെ പത്നി ഭാര്യയ്ക്ക് ശുരു തുടക്കത്തിലെ ഹാച്ചിയെ പസന്ത് അല്ലായിരുന്നു, ഇഷ്ടം അല്ലായിരുന്നു. ലേക്കിൻ എന്നാൽ ഉസ്കി സുന്ദരത और പ്രൊഫസർ के प्रति उसके स्नेह ने उनका दिल पिघल गया. दिल മനസ്സെ പിക്കൽന അലിയുക. ലേക്കിൻ എന്നാൽ
അതിൻ്റെ സൗന്ദര്യവും പ്രൊഫസറിൻ്റെ പ്രതി എന്ന് വെച്ചാൽ നേർക്കുള്ള സ്നേഹവും കണ്ടപ്പോൾ ആ സ്ത്രീയുടെ എന്ത് ചെയ്തു, മനസ്സെ അലിഞ്ഞുപോയി. പിന്നീട് അവർക്കും അതിനോട് സ്നേഹം ഉണ്ടായി. എന്നൊക്കെ സമയ ബിതാത്ത ഗയ, അങ്ങനെ സമയം കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. ഉൻ ദോനം കി ദോസ്തി ഗഹരി ഹോത്തി ഗയി. ദോനം അവർ രണ്ടുപേരുടെയും ദോസ്തി എന്ന് വെച്ചാൽ ഫ്രണ്ട്ഷിപ്പ് ആഴമുള്ളതായി മാറി. ദോസ്തി ഫ്രണ്ട്ഷിപ്പ് ഗഹര ആഴമുള്ളത് ആയി മാറിക്കൊണ്ടേ ഇരുന്നു. പ്രൊഫസർ സുബഹെ ട്രെയിൻ പകड़ ദഫ്തർ ജാത്തെ और शाम को लौट कर हाजी के साथ खेलते. പ്രൊഫസർ സുബഹ രാവിലെ ട്രെയിനിലെ ദഫ്തർ എന്ന് വെച്ചാൽ ഓഫീസിലേക്ക് പോകും. ഷാംകോ വൈകുന്നേരം ലൗട്ടുകർ മടങ്ങി വരുന്നതിന് ശേഷം ഹാച്ചിയോടൊപ്പം ഖേൽന കളിക്കും. രാവിലെ അദ്ദേഹം ഓഫീസിൽ പോകുന്നു, മടങ്ങി വൈകുന്നേരം വരുന്നു, അതിനുശേഷം ഹാച്ചിയോടൊപ്പം കളിക്കുന്നു. ഏക് സുബഹെ ഒരു പ്രഭാതത്തിലെ രാവിലെ ഹാച്ചി ഫി പ്രൊഫസർ കെ പീച്ചെ പീച്ചെ ചൽത്താ ഹുവ. ഹാച്ചിയും പ്രൊഫസറുടെ പിന്നാലെ എന്ത് ചെയ്ത് പോയി. അതെ ഹുവ സ്റ്റേഷൻ പഹുഞ്ച് ഗയ, ഇവിടം വരെ എത്തി, സ്റ്റേഷൻ വരെ എത്തി. അതായത് ഹാച്ചിയും പ്രൊഫസറുടെ പിന്നാലെ പോയി സ്റ്റേഷൻ വരെ എത്തി. ഉൻകോ ബഹത്ത് അജീബ് ലഗ, അജീബ് വിചിത്രം. സ്റ്റേഷനിലെത്തിയപ്പോൾ അവന് അവിടം വിചിത്രമായി തോന്നി. ഉൻഹുനെ സമച്ചാന ചാഹ ലേക്കിൻ ഹാച്ചി ഗർ ലൗട്ട്നെ കോ റാസി നഹീന്ത. ഉൻഹുനെ അദ്ദേഹം സമച്ചാന മനസ്സിലാക്കാൻ ആഗ്രഹിച്ചെന്ന് വെച്ചാൽ മനസ്സിലാക്കി കൊടുക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ ഹാച്ചി വീട്ടിലേക്ക് ലൗട്ട്ന മടങ്ങുക, രാസി സമ്മതിക്കുക, വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ സമ്മതിച്ചില്ല. ഒരുപാട് അദ്ദേഹം പറഞ്ഞു കൊടുത്തു, പക്ഷേങ്കിലേ ഹാച്ചി വീട്ടിലേക്ക് പോകാൻ സമ്മതിച്ചില്ല. അഖീർ അവസാനം പ്രൊഫസറെ ഖുദ് സ്വയം ഉസെ ഗർ തക്ക് ചോടുക്കർ ആയേ അവരെ ദഫ്തർ ദേർ സെ ഗയ്. ദേർ എന്ന് വെച്ചാൽ താമസിക്കുക എന്ന വാക്കാണ്. അഖീർ അവസാനം എന്ത് ചെയ്ത് പ്രൊഫസറെ സ്വയം അതിനെ വീട്ടിലേക്ക് കൊണ്ടുചെന്ന് ആക്കിയതിന് ശേഷം ദഫ്തറിൽ ചെന്നപ്പോഴേക്കും സമയം പോയി, അതായത് താമസിച്ച് പോയി. शाम को काम से लौटने के बाद जब वे ट्रेन से उतरकर अपने स्टेशन के फाटक से निकलते तो देखा बाहर सड़क पर हाची उनका इंतज़ार कर रहा है. इंतज़ार प्रतीक्षा, सड़क रोड बाहर വെളിയിൽ ഫാടക്ക് ഗേറ്റ്, ലൗട്ട്ന മടങ്ങുക, പിന്നെ കാം ജോലി. ഓക്കെ, ഷാം കോ കാം സെ ലൗട്ട്കർ വൈകുന്നേരം ജോലി കഴിഞ്ഞ് മടങ്ങി വന്നതിന് ശേഷം അയാൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി. സ്റ്റേഷൻ കെ ഫാടക് സെ നികൽത്തെ, സ്റ്റേഷൻ്റെ ഫാടക് എന്ന് വെച്ചാൽ ഫാടക് ഗേറ്റ്, ഫാടക് സെ നികലെന്ന് വെച്ചാൽ പുറത്തേക്ക് വന്നു. അപ്പോൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി അതിനുശേഷം സ്റ്റേഷൻ്റെ ഗേറ്റിന് പുറത്തേക്ക് വന്നപ്പോൾ ദേഖാ കണ്ടു. ബാഹർ വെളിയിൽ സടക്കിലെ റോഡിലെ ഹാച്ചി അദ്ദേഹത്തെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതായി കണ്ടു. വഹ ഉൻകെ സാത്ത് പൈതൽ ഗർ ലൗട്ട, പൈതൽ കാൽനട. അദ്ദേഹം എന്ത് ചെയ്തു, അവൻ്റെ കൂടെ പൈതലായി കാൽനടയായി വീട്ടിലേക്ക് മടങ്ങിയെത്തി. ഫിർത്തോ യഹ് റോസ് കാ സിൽസില ബൻ ഗയ. ഫിർത്തോ എന്ന് വെച്ചാൽ വീണ്ടും, ഇതൊരു റോസ് എന്ന് വെച്ചാൽ ഡെയിലി, അതൊരു ക്രമമായി മാറി. അദ്ദേഹം ഹാച്ചി വന്നിരിക്കും വൈകുന്നേരം രണ്ടുപേരുടെ ഒന്നിച്ച് നടന്ന് വീട്ടിലേക്ക് പോകുന്നതൊരു ക്രമമായി മാറി. ഹർ സുബഹെ ഹാച്ചി പ്രൊഫസർ കോം ചോടിനെ സ്റ്റേഷൻ തക്ക് ജാത്ത. അത് തന്നെ എഴുതിയിരിക്കുന്നത്, ഓരോ സുബഹെ ഓരോ പ്രഭാതത്തിനും ഹാച്ചി പ്രൊഫസറിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടു ചെന്നാക്കുന്നു. അതിനുശേഷം शाम को വൈകുന്നേരം ഉൻകെ ആനെ സെ പഹ്ലെ ഹി സ്റ്റേഷൻ കെ ബാഹർ ബൈഠ്കർ ഉൻകാ ഇന്തസാർ കർനെ ലഗ്താ ഹെ. ഇദ്ദേഹം എത്തുന്നതിന് മുൻപ് തന്നെ ഹാജി സ്റ്റേഷനിൽ എത്തുകയും പ്രൊഫസറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയും ചെയ്യുന്നത് പതിവായി മാറി. ഫിർ സാത്ത് ഗർ ആത്ത ഉജൽത്തെ തുള്ളിച്ചാടുക എന്ന വാക്കാണ്. ഉജൽത്തെ പുലക്കത്തെ, അതായത് ഫിർ സാത്ത് പിന്നെ ഒരുമിച്ച് രണ്ടുപേരും തുള്ളിച്ചാടി അല്ലേ. ഉജൽത്തെ പുലക്കത്തെ എന്ന് വെച്ചാൽ തുള്ളിച്ചാടി സന്തോഷത്തോടെ വീട്ടിലേക്ക് എത്തുന്നു. അങ്ങനെയാണ് ഡെയിലിയുള്ള പിന്നീട് അവരുടെ ക്രമം. ഏക് ശാം എന്ന് വെച്ചാൽ ഒരു വൈകുന്നേരം ഹാച്ചി സ്റ്റേഷൻ കെ ബാഹർ ബൈഠ്കർ ഇന്തസാർ കർ രഹാ താ. ഹാച്ചി സ്റ്റേഷന് വെളിയിലെ ഇരുന്ന് പ്രതീക്ഷയോടെ ഇരിക്കുകയായിരുന്നു. ബഹ്ത് ദേർ ഹോ ഗയി, ഒരുപാട് സമയം കഴിഞ്ഞു. ലേക്കിൻ എന്നാൽ പ്രൊഫസർ ലൗട്ട്കർ നഹീം ആയി, എന്നാൽ പ്രൊഫസറെ ലൗട്ട്കർ മടങ്ങി വന്നില്ല. രാത്ത് എന്ന് വെച്ചാൽ രാത്രിയാണ്, അറിയാലോ. രാത്ത് ഹോഗി, രാത്രിയായി കഴിഞ്ഞു എന്ന് വെച്ചാൽ രാത്രിയുമായി. ബർഫ് ഗിർനലക, ബർഫ് എന്ന് വെച്ചാൽ മഞ്ഞാണ്, ഗിർന വീഴുക, മഞ്ഞ് വീഴാൻ തുടങ്ങി. പറഞ്ഞത്തോ പ്രൊഫസറായി, എന്നിട്ടും ആര് വന്നില്ല, പ്രൊഫസർ വന്നില്ല. നഹി ഹാച്ചി ഉസ ജഗ് സെ ഹിലാന ഇളകുക, ഇല്ലാന്ന് വെച്ചാൽ ഇല്ല,
നഹീം എന്ന വാക്കാണ് നാഹി ഹാച്ചി. എന്നാൽ ഹാച്ചി ആ ജഗഹ് ആ സ്ഥലത്ത് നിന്നും മാറിയതേ ഇല്ല, ഇരുന്ന സ്ഥലത്ത് തന്നെ ഇരുന്നു. ആരെ കാത്താണ്? പ്രൊഫസറെ. ദർഅസൽ വാസ്തവത്തിലെ ഉസേ ദഫ്തർക്കോ ഉസേ ദോപഹർക്കോ ദഫ്തർ മേ പ്രൊഫസർ കാ നിദാൻ ഹോ ഗയാ ഹേ. വാസ്തവത്തിലെ ദോപഹർ ഉച്ച, ദഫ്തർ ഓഫീസ്, നിദാൻ മരണം. വാസ്തവത്തിൽ ഉച്ചയ്ക്ക് തന്നെ പ്രൊഫസർ എന്ത് ചെയ്തു? ആ ഓഫീസിൽ വെച്ച് മരണപ്പെട്ടു. അബ ഉൻഹെ കഫി നഹീൻ ലൗട്ടാ ഥാ. ഇനിയിപ്പോൾ അദ്ദേഹം ഒരിക്കലും മടങ്ങി വരില്ല. ലേക്കിൻ എന്നാൽ ഹാജിക്കോ ഏഹ് ബാത്ത് കൈസെ പതാ ചലാ സക്താ ഹെ. എന്നാൽ ഹാജിക്ക് ആ ഒരു കാര്യം എങ്ങനെ അറിയാൻ കഴിയും? അതുകൊണ്ട് നോക്കി, ഉസേ തോ ബസ് ഇത്തന സമച്ച ആയാക്കി. അവൻ ഇത്ര മാത്രമേ സമച്ചിന് അറിയുള്ളായിരുന്നു. ഉസ്കാ ദോസ്ത് ഇസ് ജഗഹ് ട്രെയിൻ സെ ഉദർ കരെ ഹർ റോസെ ഉസ്കെ പാസെ ലൗട്ട് ആത്താ ഥാ. അവൻ്റെ ദോസ്ത് ഫ്രണ്ട് ഈ ജഗഹ് എന്ന് വെച്ചാൽ ഈ സ്ഥലത്തെ ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഓരോ ദിവസവും തൻ്റെ അരികിലേക്ക് മടങ്ങി വരും. അത്ര മാത്രമേ അതിനെ അറിയായിരുന്നു. ആജ് നഹീൻ ലൗട്ടാകെ. പക്ഷേ ഇന്ന് വന്നില്ല. അതാണ് ആ പട്ടിക്കുട്ടിക്ക് അറിയാവുന്നത്. എല്ലാ ദിവസവും ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഈ സ്ഥലത്തേക്ക് പ്രൊഫസർ എത്തുമായിരുന്നു, തൻ്റെ ദോസ്ത് എത്തുമായിരുന്നു എന്ന് ആ പട്ടിക്കുട്ടിക്ക് അറിയാമായിരുന്നു. പക്ഷേ ഇന്ന് എത്തിയില്ല അദ്ദേഹം. ഹോ സക്താ ഹേ ധോടി ദേർ ആ ജായ, ദേർ ബാദ് ആ ജായ. ബാദ് എന്ന് വെച്ചാൽ ശേഷം. ഹോ സക്താ ഹേ ധോടി ദേർ ബാദ് ആ ജായ. ചിലപ്പോൾ എന്ത് ചെയ്യും? കുറച്ച് കഴിഞ്ഞതിന് ശേഷം എത്തിയാലോ, അല്ലേ, വന്നാലോ എന്ന ചിന്തയായിരുന്നു ആർക്കുണ്ടായത്? പട്ടിക്കുട്ടിക്ക് ഉണ്ടായത്. കുറച്ച് കഴിഞ്ഞ് അദ്ദേഹം എത്തും, അങ്ങനെ വന്നാലോ എന്നത് ചിന്തിക്കുന്നു. അവിടെ വരെ നിൽക്കട്ടെ, വലിയ സ്റ്റോറി ആയതുകൊണ്ട് കേട്ടോ. നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ.